ലോകകപ്പ് തുടങ്ങുന്നതിന് മുൻപ് ചിത്രത്തിൽ ഇല്ലാതിരുന്ന ടീം. എന്നാൽ 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ കിരീടം നേടാൻ സാധ്യതയുള്ള ടീമുകളിൽ മുന്നിലാണ് സ്പാനിഷ് പട. ഇറ്റലിയെ വെള്ളം കുടിപ്പിച്ച് സ്പെയിൻ നേടിയ ജയമാണ് ഫുട്ബോൾ ലോകത്തെ ചർച്ച. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഇറ്റലിയെ വീഴ്ത്തിയതോടെയാണ് സ്പെയിനിന്റെ കളിയഴക് ഫുട്ബോൾ ലോകത്ത് ചർച്ചയാകുന്നത്. റിക്കാർഡോ കാലിയാഫിയോറിയുടെ സെൽഫ് ഗോളിലാണ് സ്പെയിൻ ജയം നേടിയതെങ്കിലും മത്സരത്തിലുടനീളം മുന്നിട്ട് നിന്നത് ചെമ്പട തന്നെ. ഗോൾ മുഖത്തേക്ക് കൂടുതൽ ഷൂട്ടുകൾ, എതിർ ടീമിനെ വരിഞ്ഞുമുറുക്കിയ പന്തടക്കം, ഇവയെല്ലാം സ്പെയിനിനെ വേറിട്ട് നിർത്തുന്നു. ലൂയി ഡി ഫ്യൂന്തയുടെ യുവസംഘം സ്പാനിഷ് ആരാധകർക്ക് നൽകുന്നത് പുതുപ്രതീക്ഷയാണ്. പാസിംഗ് ഗെയിമിന് പകരം മൂർച്ചയുള്ള ആക്രമണമാണ് ഇത്തവണത്തെ ടീമിന്റെ സവിശേഷത. മുന്നേറ്റത്തിൽ അൽവാരോ മൊറോട്ട, നിക്കോ വില്യംസ്, ലാമിൻ യമാൽ ത്രയം. മധ്യനിരയിൽ റോഡ്രിയും റൂയിസും പെഡ്രിയും. പ്രതിരോധത്തിൽ കർവഹാൽ, നാച്ചോ, കുക്കുറെല്ലെ ഇവരെല്ലാം അവസരത്തിനൊത്ത് ഉയരുന്നതോടെ സ്പാനിഷ് പടയുടെ റേഞ്ച് വർദ്ധിക്കുന്നു. ആദ്യ മത്സരത്തിൽ പരിചയസമ്പന്നരായ ക്രൊയേഷ്യയെയും 2ാം മത്സരത്തിൽ പ്രതിരോധ സമവാക്യമായ ഇറ്റലിയെയും തകർത്ത സ്പെയിൻ ഇപ്പോൾ തന്നെ കിരീട പ്രതീക്ഷയുള്ള ടീമുകളിൽ 4ാം സ്ഥാനത്തെത്തി. പാസിംഗ് ഗെയിമും പരമ്പരാഗത പ്രതിരോധ മികവും സമം ചേർത്ത സ്പെയിൻ അഴകിനെ വാഴ്ത്തുകയാണ് ഫുട്ബോൾ ലോകം. സ്പോർട്സ് ഡെസ്ക്, ജനം.